മലയാളത്തിലെ അനേകം ഹിറ്റ് ഗാനങ്ങളിലൂടെ ശ്രദ്ധേയമായ ഗായകനാണ് സുദീപ് കുമാർ. വിനയൻ സംവിധാനം ചെയ്ത ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗാനരംഗത്ത് സജീവമായ സുദീപ് കുമാറിന്റെ നിരവധി ഗാനങ്ങൾ ഇന്നും ആരാധകർ ഏറ്റുപാടുന്നവയാണ്. എം ജയചന്ദ്രന്റെ സംഗീത സംവിധാനത്തിൽ ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള സുദീപ് കുമാറിന് 2012 മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അടുത്തിടെ സുദീപ് കുമാറും ഭാര്യ സോഫിയയും പങ്കെടുത്ത ഒരു ചാനൽ പരിപാടിയിൽ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും സംഗീത ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം മനസ്സു തുറന്നിരുന്നു. ഗായകൻ MG ശ്രീകുമാർ അവതരിപ്പിക്കുന്ന പറയാം നേടാം എന്ന അമൃത TVയിലെ പരിപാടിയിലാണ് സുദീപും സോഫിയയും അതിഥികളായി എത്തിയത്. സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും വിശേഷങ്ങളുമൊക്കെ പങ്കുവയ്ക്കുന്ന ഈ ഗെയിം ഷോ നർമ്മപ്രധാനമായ ഒട്ടേറെ മുഹൂർത്തങ്ങളാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. തന്റെ പ്രണയത്തെക്കുറിച്ചും പ്രണയ വിവാഹത്തെക്കുറിച്ചുമൊക്കെ ആദ്യമായാണ് സുദീപ് ഒരു ചാനൽ അഭിമുഖത്തിൽ തുറന്നു പറയുന്നത്. ഭാര്യയായ സോഫിയ നടിയും നർത്തകിയുമാണ്. കലാമണ്ഡലത്തിൽ പഠിച്ച സോഫിയ 4 വർഷത്തോളം അവിടെ നൃത്തം അഭ്യസിച്ചിരുന്നു. നിരവധി സീരിയലുകളിലും ഏതാനും സിനിമകളിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ദൂരദർശനിലായിരുന്നു ആദ്യത്തെ സീരിയലിൽ അഭിനയിച്ചത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സ്വരരാഗം, ലാലു അലക്സിന്റെ അവർ ബിലവിഡ് പപ്പ എന്ന സീരിയലുകളിലൊക്കെ പ്രധാന വേഷത്തിൽ സോഫിയ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് സോഫിയയെ ആദ്യമായി കാണുന്നത്. പക്ഷേ സോഫിയ അന്ന് തന്നെ ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് സുദീപ് പറയുന്നു. പിന്നീട് തന്റെ ആദ്യ അമേരിക്കൻ പര്യടനത്തിന്റെ ഭാഗമായി ചെന്നൈയിൽ വിസ ആവശ്യങ്ങൾക്കായി പോയപ്പോഴാണ് സോഫിയയെ വീണ്ടും കാണുന്നത്. അന്ന് ചെന്നൈയിലെ വുഡ്ലാൻഡ് ഹോട്ടലിൽ വെച്ച് വിശദമായി പരിചയപ്പെട്ടു. കുറെ നേരം സംസാരിച്ചിരുന്നു. ആ അമേരിക്കൻ പരിപാടിയിലൂടെ യാത്രയിലൂടെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി മാറി. പരിപാടിക്ക് ശേഷം നാട്ടിൽ വന്നപ്പോഴും ഞങ്ങൾ ആ സൗഹൃദം തുടർന്നു. ഏകദേശം 1 വർഷത്തോളം ആ സൗഹൃദം മുന്നോട്ടു പോയി. അതിനിടയിൽ എപ്പോഴോ ആണ് ഞങ്ങൾ പരസ്പരം പ്രണയം പറയുന്നത്. ആരാദ്യം പറഞ്ഞു എന്ന് ഓർക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ പാട്ടുകളിലൂടെ പരസ്പരം പ്രണയം എപ്പോഴും പങ്കുവച്ചിരുന്നതായി സുദീപ് ഓർത്തെടുത്തു. ഞങ്ങൾ 2 മതത്തിൽപ്പെട്ടവരായിരുന്നതിനാൽ വിവാഹം നടക്കുന്നതിനും ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ എല്ലാവരും തമ്മിൽ അപ്പോഴേക്കും നല്ല കൂട്ടായിരുന്നു. അതിനാൽ ഞങ്ങളുടെ വിവാഹക്കാര്യം കുടുംബാംഗങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവരുടെ എതിർപ്പല്ല, പകരം ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. 2 മതവിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് മുന്നോട്ടെങ്ങനെ, ബന്ധുക്കളുടെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെ ഓർത്തായിരുന്നു ആശങ്കകൾ. അമ്പലത്തിലും പള്ളിയിലുമൊന്നും വെച്ചായിരുന്നില്ല, പകരം കോട്ടയത്തെ സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹമെന്നും സുദീപ് അഭിമുഖത്തിൽ പറഞ്ഞു. തന്റെ കോളേജ് കാലത്തെക്കുറിച്ചും ഓർത്തെടുത്ത സുദീപ് കുമാർ ആ കാലം വളരെ രസകരമായിരുന്നുവെന്ന് പറഞ്ഞു. കോളേജിൽ പഠിക്കുന്ന കാലത്തും തനിക്കൊപ്പം പാട്ടുണ്ടായിരുന്നു. കോളേജിലെ മരച്ചുവടുകളിലിരുന്ന് കൂട്ടുകാർക്കൊപ്പം പാട്ട് പാടുമായിരുന്നു. ക്ലാസ് റൂമിൽ വെച്ച് പെൺകുട്ടികൾ അവർക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടാൻ ആവശ്യപ്പെടുമ്പോൾ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ അസൂയയായിരുന്നു. പക്ഷേ അന്നെല്ലാം ഒരു പാട്ടുകാരനാകുമെന്നോ ഈ മേഖല പ്രൊഫഷൻ ആക്കുമെന്നോ കരുതിയില്ലെന്ന് സുദീപ് പറയുന്നു. ലോ കോളേജിൽ പഠിക്കുമ്പോൾ രാഷ്ട്രീയം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലോ കോളേജിൽ നിന്നും പോന്ന ശേഷം രാഷ്ട്രീയം വിട്ടു. പഠനം കഴിഞ്ഞ് എൻറോൾ ചെയ്തെങ്കിലും യാദൃച്ഛികമായി സംഗീത മേഖലയിലേക്ക് തിരിയുകയായിരുന്നു. ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യൻ കൂടിയായിരുന്നു സുദീപ്.